ഹലോ ഗായ്സ്, കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്. വയ്യായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന പാടെ നേരെ പണിക്ക് കയറുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നപ്പോൾ വൈകി, അത് തന്നെ, അല്ലാണ്ട് എന്തുവാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ വെള്ളം കലക്കാനും തണ്ണിമത്തനൊക്കെ ഇരുന്ന് അരിഞ്ഞ് കലക്കി. പിന്നെ നമ്മൾ കടിയൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കിയൊക്കെ വെച്ചു. എന്നിട്ട് നേരെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇത്രയും ദിവസം വീട്ടിലായിരുന്നപ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. ചെല്ലുക, നോമ്പ് തുറക്കുക, ഇരിക്കുക, കഴിക്കുക, കിടക്കുക, അങ്ങനെ തന്നെ. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ആക്കണം. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഉമ്മി ഓരോന്നുണ്ടാക്കുന്നത്. ഉമ്മി മാത്രമല്ല കേട്ടോ, പൊരിച്ചടികൾ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യും. അങ്ങനെയാണെങ്കിലും ഒരു രസമാണ്, ഇപ്പോഴും രസമൊക്കെ തന്നെയാണ്. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ എന്തോ ഒരു മിസ്സിങ് തന്നെയാണ് അവരെ. അപ്പോൾ നമ്മൾ നോമ്പ് കാര്യങ്ങളൊക്കെ തുറന്നു. സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇന്ന് വാങ്ങിച്ചതിൽ. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഷവർമ അതൊന്നും എനിക്കത്ര എന്തോ ഇഷ്ടമായി, എന്നാലും അത്രങ്ങ് ഇഷ്ടമായില്ല. അപ്പം നമ്മൾ ഷാർജ ഉണ്ടെന്ന് കലക്കിയിട്ടുണ്ടായത്, ജ്യൂസ് അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് നമ്മൾ കുടിച്ചു. എന്നിട്ട് നമ്മളിന്ന് പത്തിരി ഇറച്ചിക്കറി ഉണ്ടാക്കി കേട്ടോ. പത്തിരി നമ്മൾ വാങ്ങിച്ചു, ഇറച്ചിക്കറി നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ചു. വാപ്പീനും ഉമ്മിനെയൊക്കെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. എന്താല്ലേ, എല്ലാ പെൺപിള്ളേരെയും കല്യാണം കഴിഞ്ഞിട്ട് വീട് വിട്ടിരിക്കുമ്പോൾ എനിക്കിന്ന് ഇപ്പോഴും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ എറണാകുളത്തായതുകൊണ്ട് തന്നെ എനിക്ക് അത് അവരെപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ അവൻ്റെ നാട്ടിലേക്ക് പോയി എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ്. അവൻ്റെ നാട്ടിൽ പോകുമ്പോഴേ എനിക്കെന്തോ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോഴാണ് ഞാൻ അവരെ നല്ല മിസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിൽ പോകുന്നുണ്ട്. എൻ്റെ വാപ്പയുണ്ടോ മുത്ത്.